മെസ്സിയും യമാലും നേർക്കുനേർ. ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഫൈനലിസമ പോരാട്ടം അടുത്ത വർഷം മാർച്ച് മാസം നടക്കും. മാർച്ച് 23 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും മത്സരത്തിനായി തിരഞ്ഞെടുക്കും. അർജന്റീന സ്പെയിൻ സൂപ്പർ പോരാട്ടത്തിന്റെ വേദി എവിടെയാകും എന്ന് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. 2 മാസം മുൻപ് അർജന്റീന സ്പെയിൻ ഫുട്ബോൾ ഫെഡറേഷനുകൾ പരാഗ്വേയിൽ നിർണായക യോഗം ചേർന്നിരുന്നു. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും ഏറ്റുമുട്ടുന്ന കിരീട പോരാട്ടമാണ് ഫൈനലിസമ. മുൻപ് യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ നേഷൻസ് കപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മത്സരം 2022 ഫൈനലിസമ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നിലവിൽ അർജന്റീനയാണ് ജേതാക്കൾ. മത്സരവേദിക്കായി ബാർസലോണയുടെ ക്യാമ്പ് നൗ സജീവമായ ലിസ്റ്റിലുമുണ്ട്. നവീകരിച്ച ക്യാമ്പ് നൗവിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് യാത്രയപ്പ് നൽകാൻ കൂടിയാണ് ബാർസലോണയുടെ നീക്കം. ബാർസലോണയുടെ പുതിയ 10ാം നമ്പർ താരം യമീൻ യമാൽ മെസ്സിക്കെതിരെ കളിക്കാനിറങ്ങുന്നു എന്ന പ്രത്യേകതയും ഫൈനലിസമ എന്ന പോരാട്ടത്തിനുണ്ട്. 2022 യൂറോ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള ആദ്യ ഫൈനലിസമ പോരാട്ടം ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്നത്. യൂറോ ചാമ്പ്യന്മാരായിരുന്ന ഇറ്റലിയെ എതിരില്ലാത്ത 3 ഗോളിന് വീഴ്ത്തിയാണ് അർജന്റീന അന്ന് ഫൈനലിസമ കിരീടം നേടിയത്. പിന്നീടായിരുന്നു അർജന്റീനയുടെ ലോകകപ്പ് വിജയം. അതിനുശേഷം അർജന്റീന വീണ്ടും കോപ്പ ചാമ്പ്യന്മാരായും സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായെങ്കിലും ഫൈനലിസമ പോരാട്ടം നടന്നിരുന്നില്ല. അതിനുശേഷം അർജന്റീന വീണ്ടും കോപ്പ ചാമ്പ്യന്മാരും സ്പെയിൻ യൂറോപ്യൻ ചാമ്പ്യന്മാരും ആയിരുന്നുവെങ്കിലും ഫൈനലിസമ പോരാട്ടം നടന്നിരുന്നില്ല. 2026 ഫുട്ബോൾ ലോകകപ്പ് തുടങ്ങാൻ 80 ദിവസം മാത്രം ബാക്കിയിരിക്കെയാണ് ഫൈനലിസമ പോരാട്ടവും നടക്കുന്നത് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത.